ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഗവൺമെന്റിനും ഇടതുപക്ഷ മുന്നണിക്കും CPM-നും നിലപാടുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരമായി സ്ത്രീ പ്രശ്നങ്ങൾ ശബ്ദിക്കുന്ന കുറെ ആളുകൾ കഴിഞ്ഞ ഏറെ ദിവസങ്ങളായിട്ട് ഇവിടെ മിണ്ടുന്നില്ല. നിഷാദെ, ഇത് ബഹുമാന്യരായ നേതാക്കളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്കെന്നാലും ബഹുമാനമുള്ള ശൈലജ ടീച്ചർ മിണ്ടുന്നില്ല, ശ്രീമതി ടീച്ചർ മിണ്ടിയതും മിണ്ടാത്തതും ഒരുപോലെയായി. മന്ത്രി വീണ ജോർജിനെ ഞാൻ കൃത്യമായി പറയുന്നു, കൃത്യമായിട്ട് മുകേഷിനെതിരായിട്ട്, ആ നടിയുടെ പേരൊന്നും പറയുന്നില്ല, അവരുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയുന്നില്ല. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയല്ലേ. എത്ര കൃത്യമായിട്ടാണ് ആ സ്ത്രീ പറഞ്ഞത്. അവർ കരഞ്ഞുകൊണ്ടല്ലേ പറഞ്ഞത്. ഒരു നടിയായിട്ടുള്ള തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ തലയെടുപ്പോടുകൂടി നിന്ന ഒരു നടിയല്ലായിരുന്നു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തലയ്ക്കകത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ വീണ ജോർജ് മിണ്ടാതിരിക്കുന്നത്. അവരടക്കം രാജിവെക്കണം. അങ്ങനെ സ്ത്രീപക്ഷം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ രാത്രികാലങ്ങളിൽ മാർച്ച് 8-ാം തീയതി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കുറെ പോലീസുകാരുടെയും പട്ടാളക്കാരുടെയും സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്തെ തെരുവുകളിലൂടെ അർദ്ധരാത്രിക്ക് രാത്രി നടന്നു പോയിട്ട് ഇവിടെ സ്ത്രീ സുരക്ഷയുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷ, അതല്ല സ്ത്രീ സുരക്ഷ. ഇതിനകത്ത് മിണ്ടാൻ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർക്ക് കഴിയുന്നില്ല, നേതാക്കന്മാരായിട്ടുള്ളവർക്ക് കഴിയുന്ന ഇതൊക്കെ, ഈ നിശബ്ദതയൊക്കെ കൂട്ടി വായിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും സർക്കാരിന്റെ ഇതിനകത്തുള്ള ആത്മാർത്ഥത എന്നാണ്. സർക്കാരിന് ആ കാര്യത്തിൽ ഡബിൾ ഇരട്ടത്താപ്പുണ്ട് എന്ന വിമർശനം. വീണ ജോർജ് രാജിവെക്കണം, സജി ചെറിയാൻ രാജിവെക്കണം.